പത്തനംമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാടിൻ്റെ തകർച്ചയുടെ കാലം എത്തിയിരിക്കുകയാണ്. ആദർശിൻ്റെ ബിസിനസ്സിലെല്ലാം വൻ തകർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്നും ജ്വല്ലറിയിലെയും കുടുംബത്തിലെയും രഹസ്യങ്ങൾ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ടെന്നും അവർക്ക് സംശയം തോന്നുകയാണ്. ആദ്യം അബിയാണ് സംശയിച്ചതെങ്കിലും ആദർശ് പറയുന്നുണ്ട് അവന്തിക വന്നതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കുടുംബം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിമാറാൻ കാരണം അവന്തിക വന്നതിന് ശേഷമാണ്. അവന്തികയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. ജലജയുടെ അബിയുടെ അതേ ചോര തന്നെയാണ് അവന്തികയും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവൃത്തികൾ അവളും ചെയ്യുകയുള്ളൂ എന്ന് ആദർശ് നയനയോട് പറയുന്നുണ്ട്. അത് കേട്ട് നയനയും പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ആദർശേട്ടനോട് എങ്ങനെ പറയുമെന്ന് കരുതി ഞാനൊന്നും പറയാതിരുന്നതാണ് എന്ന് പറയുകയാണ് നയന. അവന്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ മാറി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആരോടാണ് അവൾ സംസാരിക്കുന്നതെന്ന് അറിയാൻ പറ്റിയിട്ടില്ല എന്ന് നയന പറയുകയാണ്. അത് കേട്ട് ആദർശം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ സംസാരിക്കുന്ന ശൈലി അങ്ങ് അവൾ മാറ്റി. അവന്തിക പുറത്തേക്കൊക്കെ പോകാറുണ്ടല്ലോ. അവൾ ആരൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. അവളെ കാര്യമായി നിരീക്ഷിക്കാൻ നമുക്ക് അനിയെ ഏൽപ്പിക്കാം എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അനിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവന്തിക പോകുന്നതും സംസാരിക്കുന്നതും ആരോടാണെന്ന് നീ മനസ്സിലാക്കണം. കാരണം ഇവിടെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം അവന്തിക പോകുന്ന സമയത്ത് അനി പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവന്തിക ആരോടാണ് സംസാരിക്കുന്നത് കണ്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അനി. അത് മറ്റാരുമായിരുന്നില്ല, അബിയുടെ അച്ഛനായിരുന്നു. അവന്തിക എന്തിനാണ് അബിയുടെ അച്ഛനോട് സംസാരിക്കുന്നതെന്നും അയാൾ എന്തിനാണ് നാട്ടിലേക്ക് വന്നത് എന്നൊക്കെ അനി ചിന്തിക്കുകയാണ്. അങ്ങനെ അവന്തികയും അച്ഛനും സംസാരിക്കുന്നത് അനി ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട്. അവർക്കിടയിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇവർ കാരണം അനന്തപുരി തന്നെ നശിക്കും എന്ന് അനി ചിന്തിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യം ആദർശിനോടും നയനേച്ചിയോടും പറയാം. അങ്ങനെ അനി തെളിവുകളുമായിട്ട് അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അനി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഒരു ഫോട്ടോ കാണിച്ചു തരാം, ഇതാരാണെന്ന് ഏട്ടത്തിക്ക് മനസ്സിലായോ? അങ്ങനെ നയന പറയുന്നുണ്ട് അയ്യോ ഇത് അബിയുടെ അച്ഛനല്ലേ, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് നയന. അയാൾ എന്തിനാണ് നാട്ടിലേക്ക് വന്നതെന്ന് അറിയില്ല. എന്തായാലും അച്ഛനും മോളും കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ അവന്തിക വന്നതിന് ശേഷമാണ് കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. അവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെ അനി പറയുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. എന്തായാലും അവന്തികയെ കാര്യമായി തന്നെ ശ്രദ്ധിക്കണം. അവൾ ചിലപ്പോൾ കുടുംബം തകർക്കാൻ വേണ്ടി വന്നതാണെന്നറിയില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കൽ ജലജി അബിയും സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ഈ കുടുംബം നശിപ്പിക്കാനാണ് എൻ്റെ മകൾ അവന്തിക ഇങ്ങോട്ട് വന്നത്. അവന്തിക മോൾ ഈ കുടുംബം നശിപ്പിക്കും. ഇനി അബി നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം തന്നെ അവന്തിക മോൾ നോക്കിക്കോളൂ. ഇത്തവണ നമുക്ക് പിഴക്കില്ല മോനെ. അവന്തികയ്ക്ക് എല്ലാ സഹായത്തിനും അനാമിക കൂടെ ഉണ്ടാകും. അനാമികയുടെ കാര്യം നിനക്ക് അറിയാമല്ലോ, അവൾക്ക് അത്രമാത്രം ഈ കുടുംബത്തോട് ശത്രുതയുണ്ട്. അനിയെ നന്ദുവിനെ ഇല്ലാതാക്കാനാണ് അനാമികയുടെ അടുത്ത ശ്രമം. അതാണ് അനാമികയുടെ ഉദ്ദേശമെന്ന് അവന്തിക മോളോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ജലജയുടെ സംസാരം കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് നയന. അങ്ങനെ നയന ആദർശിനോട് ഇക്കാര്യം പറയുന്നുണ്ട്. അതേസമയം ആദർശ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവരുടെ ഒന്നും ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നയനെ. അങ്ങനെ ആദർശ് നയനെ നന്ദുവിനോട് ഇക്കാര്യമെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കാര്യമായി തന്നെ നന്ദു അവന്തികയെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ അവന്തികയുടെ ഒരുപാട് രഹസ്യങ്ങൾ നന്ദു കണ്ടെത്തുകയും ആദർശിനോടും നയനയോടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്തികയുടെ അനാമികയുടെയും ഓരോ പ്ലാനും പാളിപ്പോവുകയാണ്. അങ്ങനെ നന്ദു തന്നെ അവന്തികയുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജലജിയെയും അബിയെയും അവന്തികയെയും വലിയ രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടുന്നുണ്ട്.